സുജു ടി ബാബു കൂടി ചേരുകയാണ്. അവിടെ പത്മകുമാറിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. സുജു, ഇപ്പോൾ പത്തനംതിട്ടയിലും റെയ്ഡ് നടക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പത്മകുമാറിന്റെ വസതിയിലല്ലേ? പത്മകുമാറിന്റെ വസതിയിലും ഇ ഡി റെയ്ഡ് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 7 കൂടിയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പത്മകുമാറിന്റെ വീട്ടിലെത്തുകയും പത്മകുമാറിന്റെ വീട്ടിൽ പത്മകുമാറിന്റെ ഭാര്യ അടക്കമുള്ള ബന്ധുക്കളുണ്ടായിരുന്നു. ഇവരോട് നോട്ടീസ് നൽകിയ ശേഷമാണ് ഇ ഡി വനിതാ ഉദ്യോഗസ്ഥരടക്കം പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. പ്രധാനമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മനസ്സിലാക്കുന്ന പത്മകുമാറിന്റെ വീട്ടിൽ മാത്രമല്ല, ഇപ്പോൾ ഇ ഡി റെയ്ഡ് നടത്തുന്ന മറ്റ് ഇടങ്ങളിലുള്ള മുരാരി ബാബുവിന്റെ വീട്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതൊക്കെ വീടുകളിലാണ് ഇ ഡി പരിശോധന സമാന്തരമായി നടക്കുന്ന. ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ നേരത്തെ തന്നെ ഇ ഡി ഉദ്യോഗസ്ഥരെത്തുകയും ഈ ബന്ധുക്കളുടെയും ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടവരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ, അവരുടെ സ്വത്ത് വിവരങ്ങളൊക്കെ ശേഖരിക്കുകയും ചെയ്തിരുന്നു. അത്തരം ഡോക്യുമെന്റ്സോട് ഇ ഡി കയ്യിൽ കരുതിയിട്ടുണ്ടെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ആ കാര്യങ്ങളൊക്കെ ഇ ഡി പിന്നീട് വിശദമാക്കേണ്ടതാണ് തന്നെയാണ്. എന്നാൽ പോലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഇ ഡിയുടെ പക്കൽ അത്തരം ഡോക്യുമെന്റ്സുകളുണ്ട്, അത്തരം രേഖകളുണ്ട്. ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആണ് ഇ ഡി ഇപ്പോൾ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ, അതായത് സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് നടത്തുന്ന പരിശോധനയിൽ ഞാൻ പറഞ്ഞ ഈ പത്മകുമാറിന്റെ വീട്ടിലും അത്തരത്തിൽ തന്നെയാണ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ പരിശോധന ഏതാണ്ട് 3/4 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പരിശോധന അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇ ഡിയെ സംബന്ധിച്ചോളം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ സംബന്ധിച്ചോളം കള്ളപ്പണം അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങളിൽ വിശദമായി അന്വേഷണം നടത്താൻ അധികാരമുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ്. അതിനാൽ തന്നെ അവർക്ക് വേണമെങ്കിൽ ഈ സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് തന്നെ മാത്രമല്ല, അതിലുപരിയായി ഒരു വലിയ വ്യാപ്തിയോടെ വേണമെങ്കിൽ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള അധികാര പരിധി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ അവർ അത്തരം പരിശോധനകളും വേണമെങ്കിൽ വിശദമായി നടത്താനും സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട പ്രതികളുടെ വീട്ടിലാണ് ഇ ഡി പരിശോധന നടത്തുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായി തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട വിവരശേഖരണമായിരിക്കാം ഇ ഡി നടത്തുന്നത് എന്ന അനുമാനത്തിലേക്ക് എത്താൻ എന്നിട്ട് കോടതിയിൽ ഉൾപ്പെടെ പോയ ശേഷമാണ് ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട അനുമതി സംഘടിപ്പിക്കുകയും പിന്നീട് ഇപ്പോൾ ഇത്തരത്തിൽ വിശദമായ പരിശോധനയ്ക്കായി എത്തിയിരിക്കുന്നത്. ഈ പത്മകുമാറിന്റെ വീട്ടിലെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. മനു, ഈ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട ഇ ഡിയുടെ ഇടപെടലും കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം ശരി. ഏതായാലും നമുക്ക് നോക്കാം സുജു, എങ്ങനെയാണ് ഈ പരിശോധന വരും സമയങ്ങളിൽ തുടരാൻ പോകുന്നത് നമുക്ക് പരിശോധിക്കാം. ഏതായാലും സുജുവാണ് ഈ വിവരങ്ങൾ നൽകിയത്.